നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൻ്റെ PSC നടത്തുന്ന ജീവനക്കാർക്കായിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൻ്റെ കേരള ഫിനാൻഷ്യൽ കോഡ് ആൻഡ് ബഡ്ജറ്റ് മാനുവൽ എന്ന പേപ്പറിൻ്റെ വിശദമായ ക്ലാസ്സുകൾ ആ പേപ്പറിൽ പൂർണ്ണമായിട്ട് ഇടുകയാണ്. ഇതിനു മുന്നേ ഞാൻ ഡിപ്പാർട്ട്മെൻ്റൽ ടെസ്റ്റിൻ്റെ നാല് പേപ്പറുകൾ യൂട്യൂബിൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ പോയിട്ട് അതൊക്കെ ഒന്ന് കാണുക. ആ 4 പേപ്പർ ഇവയൊക്കെയാണ്: കേരള സർവീസ് റൂൾസ്, കേരള ട്രഷറി കോഡ്, MOP, കേരള എഡ്യൂക്കേഷണൽ ആക്ട് ആൻഡ് റൂൾസ്. ഇത്രയും പേപ്പറുകളുടെ ക്ലാസ്സുകൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ചെയ്യാൻ തുടങ്ങുന്നത് കേരള ഫിനാൻഷ്യൽ കോഡിൻ്റെയും ബഡ്ജറ്റ് മാനുവലിൻ്റെയും ക്ലാസ്സുകളാണ്. അപ്പോൾ ഈ ക്ലാസ്സുകൾ, കഴിഞ്ഞ ക്ലാസ്സുകളും ഈ ക്ലാസ്സുകളും ഒക്കെ തന്നെ നമ്മൾ ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ടച്ച് ചെയ്താൽ അതിൻ്റെ താഴെ നമുക്ക് പ്ലേലിസ്റ്റ് എന്ന് കാണാം. അപ്പോൾ പ്ലേലിസ്റ്റിൽ ഏത് പേപ്പറാണോ വേണ്ടത് അതിൻ്റെ ഒരു വീഡിയോയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേപ്പറുമായി ബന്ധപ്പെട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോകളും ഒരുമിച്ച് നമുക്ക് വരും. അപ്പോൾ അത് പ്ലേലിസ്റ്റ് എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും നമുക്ക് ക്രമമായിട്ട് കിട്ടും. അതാണ്. അപ്പോൾ എല്ലാ പേപ്പറുകളുടെ വീഡിയോസും ഞാൻ പ്ലേലിസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. സൗകര്യമാണ്. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ അടിയിൽ നമ്മൾ ടച്ച് ചെയ്ത് വീണ്ടും അത് പ്ലേലിസ്റ്റ് ടച്ച് ചെയ്ത് ആ പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഓരോ സബ്ജക്റ്റിൻ്റെയും ഓരോ വീഡിയോസ് നമുക്ക് കാണാം. അത് ആ പേപ്പറിൻ്റെ കൺസേൺഡ് വീഡിയോയിൽ ടച്ച് ചെയ്യുമ്പോൾ, ഇപ്പോൾ KFCയിലാണ് നമ്മൾ ടച്ച് ചെയ്യുന്നതെങ്കിൽ KFCയുടെ എപ്പിസോഡ് 20ാമത്തെ എപ്പിസോഡിൽ ടച്ച് ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. അപ്പോൾ നമ്മൾ ആ 1 മുതൽ 20 വരെയുള്ള എപ്പിസോഡ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആ രീതിയിൽ വേണം നമ്മൾ ഈ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഈ ക്ലാസ്സിൻ്റെ തുടക്കം പറയട്ടെ. ഞാൻ ഫിനാൻഷ്യൽ കോഡ് എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് കിട്ടുന്ന ഒരു പേപ്പർ അല്ലാതാണ് എല്ലാവരും പറയുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി ഏറ്റവും നല്ല ക്ലാസ് ഇടാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കും. മാത്രമല്ല, നമ്മൾ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ വെറുതെ ഇങ്ങനെ ഒരു വാചകം അതുപോലെ അങ്ങ് പറഞ്ഞു പോവല്ല. ഞാൻ അതിൻ്റെ വിശദീകരണം അടക്കമാണ് പറയുന്നത്. ഒരു 1-2 ചാപ്റ്ററുകൾ കഴിയുമ്പോൾ അതുവരെ ആ ചാപ്റ്ററിൽ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും അതിലെ ഒരു വിശദീകരണവും കൂടി തരും. വേറെ ക്വസ്റ്റ്യനും ആൻസറും മാത്രമല്ല പറയുക, ക്വസ്റ്റ്യനും ആൻസറിൻ്റെ ഒപ്പം ഒരു എക്സ്പ്ലനേഷനും കൂടി തരുമ്പോൾ വളരെ ക്ലിയർ ആവും. അപ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ കുറേ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പഠിക്കാതെ നമുക്ക് ഈ കാര്യങ്ങൾ കൂടി മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കണം എന്നാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. ഇതെല്ലാം കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർമാരല്ല പിന്നെ ഇതൊക്കെ ആയാലും നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാര്യങ്ങളെപ്പറ്റി ഉള്ള ധാരണയും നിർബന്ധമാണ്. കാരണം ഈ ഉദ്യോഗാർത്ഥികളൊക്കെ തന്നെ പ്രൊമോഷൻ കിട്ടി ഹയർ പോസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഹയർ പോസ്റ്റുകളിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു ധാരണ കാര്യങ്ങളെക്കുറിച്ച് വേണം എന്നതാണ് അത് പറയാനുള്ള കാരണം. നമുക്ക് ക്ലാസ്സുകളിലേക്ക് കടക്കാം. KFC വോളിയം 1 എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും പൊതുവായിട്ടുള്ള ഫിനാൻഷ്യൽ മാറ്റേഴ്സിലെ പ്രിൻസിപ്പിൾസും റൂൾസ്, അതിൻ്റെ നടപടി പ്രൊസീജിയേഴ്സ്, ഇവയെക്കുറിച്ചൊക്കെയാണ് പറയുന്നത് വോളിയം 1. എന്നാൽ വോളിയം 2 ഇതെല്ലാ ഡിപ്പാർട്ട്മെന്റിലും KFC എല്ലാ ഡിപ്പാർട്ട്മെന്റിനും നിർബന്ധമാണ്, ഇൻക്ലൂഡിങ് എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ്. അപ്പോൾ വോളിയം 2 അപ്പൻഡിക്സും അതിൻ്റെ ഫോംസിനെ കുറിച്ചുമാണ് പറയുന്നത്. പിന്നെ ബഡ്ജറ്റ് മാനുവലാണ് ഇതിനോടനുബന്ധിച്ച് വരുന്ന മറ്റൊന്ന്. അപ്പോൾ അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ഈ KFC എന്ന് പറയുന്നത് അക്കൗണ്ട് ടെസ്റ്റിൻ്റെ ലോവറിലെ സെക്കൻഡ് പേപ്പറാണ്. എന്നാൽ ഹയറിൽ ഇത് KFC കേരള ഫിനാൻഷ്യൽ കോഡ് ഹയർ പേപ്പറിലാണെങ്കിൽ ഹയറിൻ്റെ ഫസ്റ്റ് പേപ്പറാണ്. ഇനി ഈ 3 കൂടി ഒറ്റ പേപ്പറായിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. കേരള ഫിനാൻഷ്യൽ കോഡും
വോളിയം 1 ആൻഡ് 2 പിന്നെ ബഡ്ജറ്റ് മാനുവലും. ഇത് മൂന്നും കൂടി ഒരു പേപ്പറായിട്ടാണ് ഈ എക്സാമിന് വരുന്നത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സിന് ഈ പാസ്സാകേണ്ട ഒരു പരീക്ഷയാണ് KFC. എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2 പേപ്പറാണ്, KSRഉം KFC ആണ്. അപ്പോൾ ഇതിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന ആരാണെന്ന് വെച്ചാൽ നേരിട്ട് ഗസറ്റഡ് ഓഫീസേഴ്സ് തസ്തികയിലേക്ക് വരുന്ന PSC പരീക്ഷകൾ എഴുതി ഡയറക്റ്റ് ആയിട്ട് ഗസറ്റഡ് ഓഫീസേഴ്സ് തസ്തികകളിലേക്ക് വരുന്ന ഉദ്യോഗസ്ഥരാണ് ശരിക്കും എക്സിക്യൂട്ടീവ് ഓഫീസേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് KFCയും KSRഉം നിർബന്ധമാണ്. അപ്പോൾ അവരുടെ KFCയും KSRന്റെ ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ, അക്കൗണ്ടസ്റ്റ് ലോവറിലോ അക്കൗണ്ടസ്റ്റ് ഹയറിലോ ഉള്ള KFC പാസ്സായാൽ പോരാ എക്സിക്യൂട്ടീവ് ഓഫീസർ. അവർക്ക് എക്സിക്യൂട്ടീവ് ഓഫീസർമാർക്കുള്ള കേരള ഫിനാൻഷ്യൽ കോഡിന്റെ പേപ്പർ തന്നെ പാസ്സാകേണ്ടതായിട്ട് ഉണ്ട്. അതാണ് അതിലുള്ള ഒരു വ്യത്യാസം. ലോവറിലെ പാസ്സായാൽ പോരാ, ഹയറിലെ പാസ്സായാൽ പോരാ, എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് മാത്രമായിട്ടുള്ള കേരള ഫിനാൻഷ്യൽ കോഡിന്റെ ടെസ്റ്റ് പരീക്ഷ പാസ്സാവണം. ബാക്കി എല്ലാവർക്കും അങ്ങനെ. പക്ഷെ ഗ്രാജുവലായിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊമോഷൻ കിട്ടി ഗസറ്റഡ് ഓഫീസർമാരാകുന്നവർക്ക് നമ്മുടെ അക്കൗണ്ടൻസി ലോവറോ ഹയറോ മതി. അത് അവിടെ തന്നെ പാസ്സായിട്ടാണ് അവർക്ക് പ്രൊമോഷൻ കിട്ടി വരുന്നത്. അവരെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു വ്യവസ്ഥ ബാധകമല്ല. അപ്പൊ നമുക്ക് KFCയിൽ ഞാൻ പറഞ്ഞല്ലോ, ഈ കോഡ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും വരവുകളും ചെലവുകളെയും പറ്റിയിട്ടുള്ള അതിന്റെ നടപടിക്രമങ്ങളും ഒക്കെയുള്ള വിശദാംശങ്ങളാണ്. ഏകദേശം 340ഓളം ആർട്ടിക്കിൾസ് ആണ് ഈ കേരള ഫിനാൻഷ്യൽ കോഡിൽ ഉള്ളത്. അപ്പൊ നമുക്കിതിന്റെ ആദ്യത്തെ ചാപ്റ്ററുകളൊക്കെ തന്നെ കുറച്ച് ഡെഫിനിഷൻസ് ആണ്. ആ ഡെഫിനിഷൻസും നമ്മൾ അറിയേണ്ടതുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദിക്കുകയും ചെയ്യുന്ന ഡെഫിനിഷൻസ് ആണ്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമ്മൾ അക്കൗണ്ടന്റ് ജനറൽ, ഒരു സ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട അക്കൗണ്ടുകൾ ഓഡിറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇപ്പോൾ CAG എന്ന് നമ്മൾ പറയും. ആ CAG ആണ് സ്റ്റേറ്റിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുകയും ഓഡിറ്റ് നടത്തുകയും ചെയ്യേണ്ടത്. യഥാർത്ഥത്തിൽ ഒരു സ്റ്റേറ്റിന്റെ അക്കൗണ്ടുകൾ സൂക്ഷിക്കുകയും ഓഡിറ്റ് നടത്തുകയും ചെയ്യേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം കോൺസ്റ്റിറ്റ്യൂഷനിൽ ശരിക്കും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനാണ്. ഇദ്ദേഹത്തിന്റെ കീഴിൽ, ഈ CAGയുടെ കീഴിലുള്ള സബോർഡിനേറ്റ് ആയിട്ടുള്ള അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫീസിലെ തലവനാണ് ശരിക്കും ഈ AG അഥവാ അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറയുന്നത്. അപ്പോൾ CAGയുടെ ഒരു സബോർഡിനേറ്റ് ആണ് AG എന്ന് പറയുന്നത്. അപ്പോൾ CAGയുടെ കീഴിലാണ് AG വർക്ക് ചെയ്യുന്നത്. അപ്പോൾ CAGയുടെ കീഴിലുള്ള അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് ഓഫീസിന്റെ തലവനാണ് ഈ അക്കൗണ്ടന്റ് ജനറൽ എന്ന് പറയുന്നു. ഇത് സംസ്ഥാനങ്ങളിലാണ് ഈ അക്കൗണ്ടന്റ് ജനറൽ പ്രവർത്തിക്കുന്നത്. അടുത്ത നിർവചനം അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവലാണ് ഓർ സാങ്ഷൻ. അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ എന്ന് പറയുന്ന, അല്ലെ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമ്മൾ പറയുന്നത്, ഒരു ഭരണവകുപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിക്ക് ചെലവ് വരുന്ന തുക വഹിക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിനെ ചുമതലപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശത്തിന് ഔപചാരികമായിട്ട് നൽകുന്ന അനുമതിയാണ് ശരിക്കും AS അഥവാ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒരു നിർദ്ദിഷ്ട ജോലി അല്ലെങ്കിൽ പ്രവൃത്തി നിർദ്ദിഷ്ട ചെലവിൽ നടപ്പിലാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന നിർദ്ദേശമാണ് ഈ AS എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രവൃത്തി, ഏതെങ്കിലും പ്രവൃത്തി, ഒരു ജോലി അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്ക്, ആ വർക്ക് നിർദ്ദിഷ്ട ചെലവിൽ നടപ്പിലാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന ഒരു നിർദ്ദേശമാണ്
നമുക്ക് ഈ അഡ്മിനിസ്ട്രേറ്റീവ് അപ്രൂവൽ അഥവാ AS എന്നും നമുക്ക് കേട്ടിട്ടുണ്ടാവും. ഒരു പ്രവൃത്തി നമ്മളുടെ ഇപ്പോൾ ഒരു റോഡ് അല്ലെ ഒരു ബിൽഡിങ് ഒരു സ്കൂൾ കെട്ടിടം ഇതൊക്കെ നിർമ്മിക്കാൻ വേണ്ടി ആ കെട്ടിടത്തിന് AS കിട്ടി എന്ന് പറയും, TS ആയിട്ടില്ല എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. AS എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആണ്. അപ്പോൾ അതാണിത്, ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദിഷ്ട ചെലവിൽ നടപ്പിലാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പിന് നൽകുന്ന നിർദ്ദേശമാണ്. അപ്പോൾ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന്റെ അടിസ്ഥാനത്തിൽ ASന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത സ്റ്റെപ്പുകൾ ഈ പൊതുമരാമത്ത് വകുപ്പ് ഈ PWD ചെയ്യുന്നത്. അടുത്ത ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് സ്റ്റോറുകൾ എന്നതാണ്. സ്റ്റോർ, അപ്പോൾ ആ സ്റ്റോറുകൾ എന്ന വാക്കിന് ഈ KFCയിലെ നമ്മൾ ഒരു അർത്ഥമാണ് പറയുന്നത്. ഒരു പബ്ലിക് സർവീസിന്റെ ആവശ്യത്തിലേക്കായിട്ട് ഒരു ഗവൺമെന്റ് ജീവനക്കാരന്റെ കൈവശത്തിലെത്തുന്ന എല്ലാ വസ്തുക്കളെയും സ്റ്റോറുകൾ എന്ന് പറയുന്നു. എന്നാൽ ഈ സ്റ്റോർ എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സർവീസ്, ഒരു പൊതുപ്രവർത്തനത്തിനായിട്ട് ബന്ധപ്പെട്ടിട്ട് അല്ലെ ഒരു പൊതുവായ പബ്ലിക്കിന് വേണ്ടിയിട്ടുള്ള പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി ഒരു സർക്കാർ ജീവനക്കാരന്റെ കയ്യിലെത്തുന്ന എല്ലാ വസ്തുക്കളെയും കൂടെ കോമൺ ആയിട്ട് നമുക്ക് സ്റ്റോറുകൾ എന്ന് പറയാം. എന്നാൽ ഈ സ്റ്റോറുകളിൽ പണവും രേഖകളും വരില്ല. പണവും രേഖകളും ഒഴികെ ഒരു സർക്കാർ ജീവനക്കാരന്റെ കയ്യിലേക്ക് എത്തുന്ന അത് പൊതു ആവശ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ പൊതുജനങ്ങളുടെ സർവീസിന് വേണ്ടിയിട്ട് എത്തുന്ന എല്ലാ മെറ്റീരിയലെയും വസ്തുക്കളെയും കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ സ്റ്റോറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ സ്റ്റോറുകൾ വാങ്ങുന്നതിന് ഇപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു ഓഫീസർ അടുത്തേക്ക് എത്തുന്ന, ഞാൻ പറഞ്ഞല്ലോ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അവരുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള അല്ലെ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മളെ ഈ ജീവനക്കാരന്റെ അടുത്തേക്ക് എത്തുന്ന എല്ലാ വസ്തുക്കളും അതാണ് സ്റ്റോർ. ആ സ്റ്റോർ വാങ്ങുന്നതിന് ഭരണാനുമതി ആവശ്യമാണ്. വെറുതെ നമ്മൾ സ്റ്റോറുകൾ ഇന്ന പോലെ പൊതുജനങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ പറ്റില്ല. അതിന് ഭരണാനുമതി ആവശ്യമാണ്, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ആവശ്യമാണ്. അത് ഉറപ്പുവരുത്തുന്നതിന് ഈ പർച്ചേസ് ഓഫീസർമാരാണ് അത്തരത്തിലുള്ള ഭരണാനുമതി ഉറപ്പുവരുത്തുന്നത്. കൂടുതൽ തുകയ്ക്കുള്ള പർച്ചേസുകൾ, അത് ഓരോ ഘട്ടങ്ങളുണ്ട്, തുകയുടെ അടിസ്ഥാനത്തിലാണ്. കൂടുതൽ തുകയ്ക്കുള്ള പർച്ചേസുകൾക്ക് ഗവൺമെന്റ് അനുമതി ആവശ്യമാണ്. അതാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അടുത്ത നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്താണെന്നാണ് പറയുന്നത്. ടെക്നിക്കൽ സാങ്ഷൻ അല്ലെങ്കിൽ നേരത്തെ നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ പറഞ്ഞു, ഇവിടെ നമ്മൾ TS ആണ് പറയുന്നത്. TS എന്ന് പറയുന്നത് ടെക്നിക്കൽ സാങ്ഷൻ ആണ്. അപ്പോൾ PWD നടത്തേണ്ടതായിട്ടുള്ള ഒരു നിർമ്മാണ പ്രവൃത്തിയുടെയോ അറ്റകുറ്റപ്പണിയുടെയോ കൃത്യവും വിശദവുമായിട്ടുള്ള എസ്റ്റിമേറ്റ് സാങ്ഷൻ ചെയ്തുകൊണ്ടുള്ള ഉത്തരവാണ് ഈ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ PWDക്ക് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നു. നമ്മൾ ഒരു വർക്കുണ്ട്, ആ വർക്കിന്റെ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കണം. അപ്പൊ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റ് തയ്യാറാക്കി കഴിഞ്ഞാൽ ആ എസ്റ്റിമേറ്റ് ഈ PWD നടത്തേണ്ടതായിട്ടുള്ള നിർമ്മാണ പ്രവൃത്തി അല്ലെങ്കിൽ ഏതെങ്കിലും അറ്റകുറ്റപ്പണിയായിരിക്കാം, അതിൻ്റെ എസ്റ്റിമേറ്റ് സാങ്ഷൻ ചെയ്തുകൊണ്ട് പാസ്സാക്കിക്കൊണ്ടുള്ള ഉത്തരവിനാണ് നമ്മൾ ടെക്നിക്കൽ സാങ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇനി ഏതെങ്കിലും തരത്തിലുള്ള ടേംസിനെ കുറിച്ച്, ഡെഫിനിഷൻസിനെ കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുമ്പോൾ ആയത് ചെയ്യുന്നതായിരിക്കും. അടുത്തത് നമ്മൾ അപ്രോപ്രിയേഷനാണ്. അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ പ്രവൃത്തികളും ശരിക്കും നമ്മൾ ബഡ്ജറ്റിന്റെ ഭാഗമാണ്. പ്രവൃത്തികളൊക്കെ ബഡ്ജറ്റിന്റെ ഭാഗമാണ്. അപ്പോൾ ബഡ്ജറ്റിലാണ് ഈ പ്രവൃത്തികൾ അനുവദിക്കുന്നത്, അല്ലെങ്കിൽ പ്രവൃത്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ബഡ്ജറ്റിൽ ഒരു പ്രവൃത്തിക്ക് ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ബഡ്ജറ്റ് എസ്റ്റിമേറ്റിൽ ഒരു പ്രവൃത്തിക്ക് വേണ്ടി വ്യവസ്ഥ ചെയ്തിട്ടുള്ള തുകയാണ് നമ്മൾ ശരിക്കും അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. അടുത്ത ടേം ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് ആണ്. ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്നതിൽ തന്നെ ഒരു അർത്ഥമുണ്ട്. അതായത് ക്യാഷ് ഇല്ലാതെ
അക്കൗണ്ടുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഒരു തുലനം ചെയ്യുക അല്ലെങ്കിൽ ഈക്വലൈസ് ചെയ്യുന്ന ആ പ്രോസസ്സിനാണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല, മറിച്ച് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെയാണല്ലോ. അപ്പോൾ അവിടെ നമ്മൾ യഥാർത്ഥത്തിൽ ക്യാഷ് ഇല്ലാതെ അക്കൗണ്ടുകൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നു. സാധാരണഗതിയിൽ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ അക്കൗണ്ടുകളിൽ വരുത്തിയിട്ടുള്ള എൻട്രികൾ തെറ്റുതിരുത്തുന്നതിനെയോ ആണ് ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഒരു അക്കൗണ്ടിൽ പിന്നെ വരുത്തിയിട്ടുള്ള എൻട്രിയിൽ തെറ്റുകൾ ഉണ്ടായി. അപ്പോൾ ആ തെറ്റുകൾ ഉണ്ടായെങ്കിൽ ഈ ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് നടത്തിയാൽ മതി. അപ്പോൾ ക്യാഷ് ഇല്ലാതെ അക്കൗണ്ടുകൾ മാത്രം ട്രാൻസ്ഫർ ചെയ്യുന്ന ആ നടപടിക്രമമാണ് ശരിക്കും ബുക്ക് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയും. അടുത്ത നിർവചനം, ഡെഫിനിഷൻ, ടേം ക്യാഷ് ഓർഡർ ആണ്. ക്യാഷ് ഓർഡർ നമ്മൾ ട്രഷറി കോഡിൽ കണ്ടതാണ്. ക്യാഷ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഒരു നിർദ്ദിഷ്ട വ്യക്തിക്ക് ഒരു നിർദ്ദിഷ്ട തുക, ഒരു പ്രത്യേക തുക ഏതെങ്കിലും അംഗീകൃത ആവശ്യത്തിന്, അതായത് ആവശ്യം അംഗീകൃത ആവശ്യമായിരിക്കണം, അതിനു വേണ്ടിയിട്ട് നൽകുന്നതിന് വേണ്ടി ട്രഷറി ഓഫീസർ ആ ജില്ലയിലെ തന്നെ സബ് ട്രഷറിക്ക് നൽകുന്ന ഉത്തരവാണ് ഈ ക്യാഷ് ഓർഡർ എന്ന് പറയുന്നത്. ഒരു ചെക്ക് പോലെയുള്ള ഒരു സംഭവമാണ് ഈ ക്യാഷ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്യാഷ് ഓർഡർ നൽകുന്നത് ട്രഷറി ഓഫീസറാണ്. ട്രഷറി ഓഫീസർ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു അർത്ഥം ജില്ലാ ട്രഷറി ഓഫീസർ എന്നാണ്. അപ്പോൾ ആ ജില്ലാ ട്രഷറി ഓഫീസർ സബ് ട്രഷറി ഓഫീസർമാർക്ക് നൽകുന്ന ഉത്തരവാണ് ഈ ക്യാഷ് ഓർഡർ. അതായത് ഒരു നിർദ്ദിഷ്ട വ്യക്തിക്ക് ഒരു നിർദ്ദിഷ്ട തുക ഒരു അംഗീകൃത ആവശ്യത്തിന് നൽകുന്നതിനു വേണ്ടി നൽകുന്ന ഉത്തരവാണ് ക്യാഷ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്ത ടേം സെൻറ്റേജ് ചാർജാണ്. സെൻറ്റേജ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് മറ്റൊരു ഗവൺമെൻറ്റിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടിയോ എസ്റ്റാബ്ലിഷ്മെന്റ് ഉപകരണങ്ങൾ, പ്ലാന്റ് എന്നിവയ്ക്ക് വേണ്ടി ചെലവായ ഇനത്തിൽ ബന്ധപ്പെട്ട കക്ഷിയിൽ നിന്നും ചെയ്ത ജോലിയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിൽ ശതമാന നിരക്കിൽ ഈടാക്കുന്ന ചാർജാണ് സെൻറ്റേജ് ചാർജ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രവൃത്തി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൊടുത്തു. ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. കൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തുനിന്ന് നമ്മൾ 1 കോടി രൂപയുടെ ഒരു പ്രവൃത്തിയായിരുന്നു ആ വ്യക്തിക്ക് കൊടുത്തിട്ടുള്ളത്, പ്രവൃത്തി ചെയ്യാൻ വേണ്ടി. അപ്പോൾ ആ വ്യക്തി ഈ പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് പറഞ്ഞ പ്ലാന്റുകളും ബാക്കിയുള്ള വണ്ടികൾ, ഗവൺമെന്റിന്റെ ഉപകരണങ്ങൾ ഉപയോഗിച്ചു ജോലി ചെയ്തുവെങ്കിൽ ആ 1 കോടിയാണല്ലോ മൂല്യം, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം, ഒരു എക്സാമ്പിള് നമ്മൾ ഈ 1%, 1 കോടിയുടെ അല്ലെങ്കിൽ 1% സെൻറ്റേജ് ചാർജായി പിടിച്ചു എന്ന് പറഞ്ഞാൽ അർത്ഥം 1,00,000 രൂപ, 1 കോടിക്ക് 1,00,000 രൂപ എന്തിനു വേണ്ടി? ഈ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്ത ഇനത്തിൽ വാടകയായിട്ട്, നമ്മളങ്ങനെ വാടകയ്ക്ക് ഉപകരണങ്ങൾ എടുത്തിട്ട് നമ്മൾ ജോലികൾ ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഉപകരണങ്ങൾ നമുക്ക് സ്വന്തമായിട്ട് വാങ്ങേണ്ടതില്ല, ഉപകരണങ്ങൾ വാടകയ്ക്ക് കിട്ടും. അത്തരത്തിൽ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഉപകരണങ്ങൾ, പ്ലാന്റുകൾ എന്നിവ നമ്മൾ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ലോക്കൽ ബോഡിയോ ഉപയോഗിച്ച് ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പം നമുക്ക് അതിൻ്റെ ഒരു കമ്മീഷൻ ഗവൺമെന്റിന് കൊടുക്കണം. ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചതിൻ്റെ ഒരു ഈ ഉപകരണങ്ങൾക്ക് ഒരു ചെലവ് ഉണ്ടാവുമല്ലോ, ആ ഉപകരണങ്ങൾക്ക് ചെലവ് വാടകയായിട്ട് നമ്മൾ അടയ്ക്കേണ്ട അതിനെയാണ് നമ്മൾ സെൻറ്റേജ് ചാർജ്. അപ്പോൾ ഈ ഓരോ കക്ഷിയിൽ നിന്നും ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് ഈടാക്കുന്ന ഒരു നിശ്ചിത ശതമാനം ചാർജാണ് ഈ സെൻറ്റേജ് ചാർജ് എന്ന് പറയുന്നത്. അത് ആകെ പ്രവൃത്തിയുടെ മൂല്യത്തിന്റെ ശതമാന നിരക്കിലാണ് ഈടാക്കുന്നത്. അടുത്ത ടേം കണ്ടിൻജന്റ് ചാർജാണ്. കണ്ടിൻജന്റ് ചാർജ് എന്ന് പറഞ്ഞാൽ ഒരു ഓഫീസ് നടത്തുമ്പോൾ ഒരുപാട് ചെലവുകൾ വരും. അപ്പോൾ അത് അത്യാവശ്യം വേണ്ടി വരുന്ന ചെലവുകളാണ് നമ്മൾ കണ്ടിൻജന്റ് ചാർജ് എന്ന്
പറയുന്നത്. ഒരു ഓഫീസ് നടത്തുമ്പോൾ അത്യാവശ്യം വേണ്ടിവരുന്ന ചെലവുകളെയാണ് കണ്ടിൻജന്റ് ചാർജുകൾ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഓഫീസിൽ ഫർണിച്ചർ വേണം, പിന്നെ ക്ലീനിങ് ചാർജ് ഉണ്ടാവും, സർവീസ് പോസ്റ്റേജ് ചാർജ് ഉണ്ടാവും, പിന്നെ കറണ്ട് ബില്ല് അടയ്ക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ തന്നെ കണ്ടിൻജന്റ് ചാർജിൽ വരുന്നതാണ്. അടുത്തത് കൺട്രോളിംഗ് ഓഫീസറാണ്. ഒരു വകുപ്പിന്റെ സബോർഡിനേറ്റ് ഓഫീസർമാർ മുഖേന വഹിക്കുന്ന ചെലവുകളെയോ അവർ നടത്തുന്ന റവന്യൂ കളക്ഷനെയോ നിയന്ത്രിക്കുന്നതിനുള്ള വകുപ്പ് മേധാവിയോ മറ്റേതെങ്കിലും ഒരു ഓഫീസറോ ആണ് കൺട്രോളിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അത് ഒരു വകുപ്പിന്റെ ഏറ്റവും തലപ്പത്തുള്ള ഉദ്യോഗസ്ഥൻ തന്നെയായിരിക്കും കൺട്രോളിംഗ് ഓഫീസർ. അപ്പോൾ ആ ഉദ്യോഗസ്ഥനാണ് സബോർഡിനേറ്റ് ഓഫീസർമാർ ചെയ്യുന്ന എല്ലാ ചെലവുകളെയും അവർ നടത്തുന്ന റവന്യൂ കളക്ഷൻ ഒക്കെ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ കൺട്രോളിംഗ് ഓഫീസറാണ്. ദെൻ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ, അതായത് വിതരണ ഉദ്യോഗസ്ഥൻ എന്ന് പറയാം. ഈ വിതരണ ഉദ്യോഗസ്ഥൻ അഥവാ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത് പണം എന്ന് പറഞ്ഞാൽ ശമ്പളവും മറ്റുള്ളവയും വാങ്ങി വിതരണം ചെയ്യുന്ന ഉദ്യോഗസ്ഥനെയാണ് നമ്മൾ ഡിസ്ബേഴ്സിംഗ് ഓഫീസർ എന്ന് പറയുന്നത്. അടുത്ത ടേം ഫിനാൻഷ്യൽ ഇയർ ആണ്. ഫിനാൻഷ്യൽ ഇയർ നമുക്കറിയാം ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന്, സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അടുത്തത് ഗവൺമെന്റ് അക്കൗണ്ട് ആണ്. ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് അക്കൗണ്ടും കണ്ടിൻജന്റ് ഫണ്ട് അക്കൗണ്ടും പബ്ലിക് ഫണ്ട് അക്കൗണ്ടും ഇതിൽ മൂന്നും ചേർന്ന അതിൻ്റെ ആകെ എന്നാണ് അർത്ഥമാകുന്നത്. അപ്പോൾ ഈ മൂന്നിൻ്റെയും ആകെ എന്ന് പറയുന്നതാണ് ഒരു ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. സ്റ്റേറ്റിന്റെ കൺസോളിഡേറ്റഡ് ഫണ്ട് അക്കൗണ്ടും കണ്ടിൻജന്റ് ഫണ്ട് അക്കൗണ്ടും പബ്ലിക് ഫണ്ട് അക്കൗണ്ടും ചേർന്ന ആകെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗവൺമെന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലോക്കൽ ബോഡി എന്താണെന്ന് നോക്കാം. ഈ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിക്ട് ബോർഡ്, മുനിസിപ്പൽ കൗൺസില്, പഞ്ചായത്ത്, ഇവയെയാണ് നമ്മൾ ലോക്കൽ ബോഡി എന്ന് പറയുന്നത്. പെട്ടെന്ന് നമ്മൾ ഈ ലോക്കൽ ബോഡീസ് എന്ന് പറയുന്നത് നമ്മുടെ ഏരിയയിലുള്ള പിന്നെ എന്താ പറയണ്ടേ, തദ്ദേശ സ്വയംഭരണ യൂണിറ്റുകളെയാണ് നമ്മൾ ലോക്കൽ ബോഡി എന്നത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലോക്കൽ ബോഡി എന്ന് പറഞ്ഞാൽ അത് ഡിസ്ട്രിക്ട് ബോർഡാകാം, മുനിസിപ്പൽ കൗൺസിലാകാം, പഞ്ചായത്താകാം. ഇതെല്ലാം ലോക്കൽ ബോഡിയുടെ ഇതിൽ വരുന്നതാണ്. ദെൻ മേജർ ഹെഡ് എന്നാൽ ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് വരുന്ന പണത്തിന്റെ വരവുകളെയും ചെലവുകളെയും രേഖപ്പെടുത്തുന്നതിനും തരംതിരിക്കുന്നതിനും ഉള്ള പ്രധാനപ്പെട്ട അക്കൗണ്ട് ഹെഡാണ് മേജർ ഹെഡ് എന്ന് പറയുന്നത്. അടുത്ത ടേം മെഷർമെന്റ് ബുക്കാണ്. മെഷർമെന്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അളവ് അല്ലെങ്കിൽ എണ്ണത്തിൻ്റെയോ ഒരു രേഖയാണ് മെഷർമെന്റ് ബുക്ക്. അപ്പോൾ ഈ മെഷർമെന്റ് ബുക്കിൽ ദിവസവേതനത്തിൽ അടിസ്ഥാനത്തിലല്ലാതെയുള്ള എല്ലാ ജോലികൾക്കും, ഒരു ജോലിക്കുള്ള എല്ലാ സപ്ലൈകൾക്കും ഒരു മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ വേണം പണം നൽകാൻ വേണ്ടി. ഇപ്പൊ ദിവസവേതനത്തിൽ അല്ലാതെയുള്ള ഒരു ജോലികൾ അല്ലെങ്കിൽ വേറെ കുറച്ച് സാധനങ്ങൾ സപ്ലൈ ചെയ്ത്, ഇതെല്ലാം മെഷർമെന്റ് ബുക്കിൽ എന്താണോ നമ്മൾ എഴുതി ചേർക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പണം നൽകേണ്ടതെന്നാണ് KFC പറയുന്നത്. അപ്പൊ എല്ലാ അളവുകളും ഇത്തരത്തിൽ ഒരു വർക്ക് ചെയ്തപ്പോൾ ഉണ്ടായ അളവുകൾ, അത്തരത്തിൽ എല്ലാ അളവുകളും മെഷർമെന്റ് ബുക്കിൽ മാത്രമേ എഴുതാവൂ. ജോലിക്ക് പണം നൽകാൻ ഉത്തരവാദിത്തമുള്ള ഉദ്യോഗസ്ഥനോ ജോലിയുടെ ചാർജ് വഹിക്കുന്ന എക്സിക്യൂട്ടീവ് സബോർഡിനേറ്റ് ഉദ്യോഗസ്ഥനോ മാത്രമേ ഈ മെഷർമെന്റ് ബുക്കിൽ എഴുതാവൂ. അപ്പൊ അവര് എഴുതുന്ന ബുക്കാണ്, അതിന് മാത്രമേ ഒരു അംഗീകാരം ഉള്ളൂ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തുന്ന അളവുകളുടെ അടിസ്ഥാനത്തിലാണ് ജോലികൾക്കും സപ്ലൈക്കുമുള്ള പണം നൽകേണ്ടത്. സപ്ലൈ എന്ന് പറഞ്ഞാൽ സ്റ്റോറുകൾ, സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതിനും എടുത്ത ജോലിക്കുമുള്ള പിന്നെ പണം നൽകുന്നത് മെഷർമെന്റ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അടുത്തത് മിസലേനിയസ് എക്സ്പെൻഡിച്ചറാണ്. ശമ്പളം, അലവൻസുകൾ, കണ്ടിൻജൻസികൾ, വർക്കുകൾ എന്നിവ ഒഴികെയുള്ള എല്ലാ ചെലവുകൾക്കും കൂടി കോമൺ ആയിട്ട് പറയുന്ന പേരാണ് മിസലേനിയസ് എക്സ്പെൻഡിച്ചർ.
അടുത്തത് മസ്റ്റർ റോളാണ്. മസ്റ്റർ റോൾ. മസ്റ്റർ റോള് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഓരോ ദിവസവും ഏർപ്പെടുത്തുന്ന ജോലിക്കാരെ കുറിച്ചുള്ള ഒരു പ്രാഥമിക രേഖയാണ് മസ്റ്റർ റോൾ. അപ്പോൾ മസ്റ്റർ റോളിനെ പറ്റി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞാൽ, ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് എന്ന ശീർഷകത്തിൽ ശമ്പളം ചാർജ് ചെയ്ത് കൊടുക്കുന്ന സ്ഥിരവും താൽക്കാലികവുമായിട്ടുള്ള ജീവനക്കാരൊഴികെ, സ്ഥിരവും താൽക്കാലിക എസ്റ്റാബ്ലിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ഉള്ള സ്ഥിരവും താൽക്കാലികവുമായിട്ടുള്ള ജീവനക്കാരൊഴികെ ഉള്ള ആൾക്കാർ, അവരൊരു ജോലി നിർവഹിക്കുന്നതിന് ഏർപ്പെടുത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും ദിവസവേതനക്കാരായി പരിഗണിക്കണം. അത്തരത്തില് ഒരു ജോലി നിർവഹിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ദിവസവേതനക്കാരായിട്ടുള്ള എല്ലാ ആൾക്കാരെയും രേഖപ്പെടുത്തുന്ന ഒരു രേഖയാണ് മസ്റ്റർ റോൾ. അവരുടെ വേതനം കൊടുക്കേണ്ടത് മസ്റ്റർ റോളിൽ എഴുതി വാങ്ങിയതിന് ശേഷമാണ് വേതനം കൊടുക്കേണ്ടത്. അപ്പൊ ഈ മസ്റ്റർ റോൾ തയ്യാറാക്കുന്നത് ഈ ജോലിയുടെ നേരിട്ട് ചാർജുള്ള ഉദ്യോഗസ്ഥനാണ്. ഇത് എല്ലാ ദിവസവും മസ്റ്റർ റോള് എഴുതി സൂക്ഷിക്കേണ്ടതാണ്. അടുത്ത നമ്മൾ പർച്ചേസ് സാങ്ഷൻ. നേരത്തെ നമ്മൾ പറഞ്ഞു, പർച്ചേസ് സാങ്ഷൻ എന്നതാണ് പറയുന്നത്. പർച്ചേസ് സാങ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വകുപ്പ് മേധാവിയുടെ അധികാര പരിധിയിൽപ്പെടാത്ത എല്ലാ പ്രപ്പോസലുകളും അനുയോജ്യമായ തലത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റിയാണ്, പർച്ചേസ് കമ്മിറ്റിയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഒരു പർച്ചേസ് സാങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഗവൺമെന്റിന് ശുപാർശ നൽകാവുന്നതാണ്. ആ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് പർച്ചേസ് സാങ്ഷൻ നമുക്ക് കിട്ടുന്നത്, ഒരു സാധനം വാങ്ങാനുള്ള അംഗീകാരം കിട്ടുന്നത്. അപ്പോൾ അത്തരത്തില് ഒരു ശുപാർശ നൽകുമ്പോൾ വാങ്ങാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ള സാധനങ്ങളെ സംബന്ധിച്ച് ക്ഷമതയുള്ള കേന്ദ്രത്തിന്റെ ഭരണാനുമതി ലഭിച്ചിട്ടുണ്ടെന്നും അത് സാമ്പത്തിക വർഷത്തിൽ തന്നെ ചെലവ് വഹിക്കുന്നതിന് ഫണ്ട് ലഭ്യമാണെന്നുമുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടി നമ്മൾ ഇതിനോടൊപ്പം ഹാജരാക്കേണ്ടതാണ്. ഇനി അടുത്ത ടേം റീ അപ്രോപ്രിയേഷൻ. റീ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ പുനർവിനിയോഗം എന്ന് നമുക്ക് പറയാം. പുനർവിനിയോഗം അഥവാ റീ അപ്രോപ്രിയേഷൻ നമുക്കറിയാം, ഒരു പ്രവൃത്തിക്ക് വേണ്ടിയിട്ട്, ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുള്ള ആ തുകയ്ക്കാണ് നമ്മൾ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ റീ അപ്രോപ്രിയേഷൻ ആണ്. അപ്പൊ റീ അപ്രോപ്രിയേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു യൂണിറ്റിന് കീഴിൽ പ്രതീക്ഷിക്കുന്ന അധിക ചിലവ് വഹിക്കുന്നതിലേക്കായി അപ്രോപ്രിയേഷന്റെ ഒരു യൂണിറ്റ് വേണ്ടി അപ്രോപ്രിയേഷനിലുള്ള സേവിങ്ങുകൾ ട്രാൻസ്ഫർ ചെയ്യുക എന്നാണ് അർത്ഥം. എന്ന് പറഞ്ഞാൽ മറ്റൊരു അപ്രോപ്രിയേഷനിൽ മറ്റൊരു യൂണിറ്റിന് കീഴിൽ പ്രതീക്ഷിക്കുന്ന ഒരു എസ്റ്റിമേറ്റ് തുകയേക്കാൾ കൂടുതൽ ചെലവായി, ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്, വേറൊരു പ്രവൃത്തിക്ക് അധികമായിട്ട് ചെലവായി, അപ്പോൾ എസ്റ്റിമേറ്റ് മാറി. അപ്പോൾ ആ അധികമായി ഉള്ള സംഖ്യക്ക് അവിടെ അപ്രോപ്രിയേഷൻ ഇല്ല യഥാർത്ഥത്തിൽ. അപ്പോൾ എന്നാൽ മറ്റൊരു വർക്ക് ചെയ്തപ്പോൾ അവിടെ ഈ അപ്രോപ്രിയേഷനിൽ കുറച്ച് ബാലൻസ് വന്നു, അത് എക്സസ് എമൗണ്ട് വന്നു. ആ എക്സസ് എമൗണ്ട് അവിടെ അപ്പുറത്തേക്ക് ഈ എക്സസ് എമൗണ്ട് ആയിട്ടുള്ള സേവിങ്ങുകൾ അവിടെ അധിക ചെലവ് വഹിക്കുന്നതിന് വേണ്ടിയിട്ട് അപ്പുറത്ത് മറ്റൊരു അപ്രോപ്രിയേഷനിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ് റീ അപ്രോപ്രിയേഷൻ അഥവാ പുനർവിനിയോഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഡെഫിനിഷനിൽ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതാണ് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. ഈ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ വരാറുണ്ട്. ആ ചോദ്യങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് തന്നെ നമ്മൾ അടുത്ത 1-2 ക്ലാസ്സുകൾക്കുള്ളിൽ ഡിസ്കസ് ചെയ്യും. ഈ വീഡിയോ കേട്ട എല്ലാവർക്കും, ഇവിടെ ഞാൻ ഈ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു കാര്യം എന്താ പറയാന്ന് വെച്ചാൽ, നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കേൾക്കണം എന്ന ഒരു അഭ്യർത്ഥനയുമാണ് ഇവിടെയാണ് ഉള്ളത്. പൂർണ്ണമായിട്ടും KFCയുടെ പൂർണ്ണമായ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. പൂർണ്ണമായിട്ടുള്ള എന്താ പറയണ്ടേ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യും. ഇത് മാത്രം നിങ്ങൾ കേട്ടാൽ മതി. ഇതായിട്ട് പറയാണ്, ഞാൻ അത്രയും നന്നായിട്ട് ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകൾ മാത്രം കേട്ട് ഒരു പുറത്ത് ഫീസൊന്നും കൊടുത്ത് പഠിക്കേണ്ട ആവശ്യം ഇല്ലാതെ തന്നെ ഉള്ള ഒരു രീതിയിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യും. നിങ്ങൾക്ക് തുടർന്ന് കേൾക്കാവുന്നതാണ്. പരമാവധി ഒരു ദിവസം 1-2 എപ്പിസോഡുകൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കും.
വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.